ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ താഴെ കാണുന്ന ഒരു വ്യക്തിയെ ശ്രദ്ധിക്കുക. അദ്ദേഹം ഒരു യൂറോപ്യനാണ്, ഈസ്റ്റേൺ യൂറോപ്യനാണ്. ഈസ്റ്റേൺ യൂറോപ്യൻ ലാറ്റ്വിയ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്ന് എൻ്റെ അടുത്ത് സ്മൈൽ മേക്കറിന് 2013-14 കാലഘട്ടത്തിൽ വന്നതാണെന്ന് തോന്നുന്നു, 12-13. അപ്പോൾ അത്രയും കാലഘട്ടം മുമ്പുള്ളൊരു കഥയാണ്. നമ്മൾ കേരളത്തിൽ 14 വർഷമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 25 വർഷമായി ഞാൻ ഡെൻറ്റിസ്ട്രി തുടങ്ങിയിട്ട്. അപ്പോൾ ഇദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ ഫുൾ മൗത്ത് റീകൺസ്ട്രക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾക്ക് സന്തോഷം, നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. നമുക്ക് എല്ലാ സൗകര്യങ്ങളും നാട്ടിലുണ്ട്, ലാബോറട്ടറി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എറണാകുളത്തെ ക്ലിനിക്കിൽ അദ്ദേഹം ഫോർട്ട് കൊച്ചി താമസിച്ചുകൊണ്ട് വന്നു. അതിനകത്ത് 3-4 സ്പെഷ്യാലിറ്റികളുടെ ഇതുണ്ടായിരുന്നു. എൻഡോഡോണ്ടിക്സ്, പെരിയോഡോണ്ടിക്സ്, അത് ഗം കെയർ, റൂട്ട് കനാൽ തെറാപ്പീസ്, പ്രോസ്റ്റഡോണ്ടിക്സ്, പിന്നെ എസ്തെറ്റിക് ഫങ്ഷണൽ ആസ്പെക്ട്സ്, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വായുടെ കടി കൊളാപ്സ്ഡ് ആയിരുന്നു. അപ്പോൾ അതിനൊന്ന് പൊക്കണം, ഒരു 3 മില്ലിമീറ്റേഴ്സോളം പൊക്കി. അത് 2 ആഴ്ച എങ്കിലും നമ്മൾ അതിനൊന്ന് വാച്ച് ചെയ്യണം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രോസസ്സും ചെയ്തു. 2 ആഴ്ച നമ്മൾ പ്രോസസ്സ് ചെയ്ത് എല്ലാം വായിൽ ടെമ്പറൈസ് ചെയ്തു. ഈ കാണുന്ന പടമൊക്കെ ടെമ്പററിയാണ്. എനിക്ക് ഫൈനൽ പിക്ചർ എടുക്കാൻ പറ്റിയില്ല. അത് അദ്ദേഹത്തിൻ്റെ ഇത്തിരി എമർജൻസി ആയിട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് അത് എടുക്കാൻ പറ്റാതിരുന്നത്. എമർജൻസി എന്നാണ് ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് സംഭവിച്ചത്, നമ്മൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. അദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പിയായി. ആദ്യത്തെ ദിവസം പുള്ളി ഒരിത്തിരി അഡ്വാൻസ് തന്നു. പിന്നെ തീരുന്നതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ പുള്ളി കുറച്ചും കൂടെ പണം തന്നു. അപ്പോൾ ഞാനിത് ഫൈനൽ ഡേയുടെ അദ്ദേഹത്തിൻ്റെ വായിൽ സംഗതി മുഴുവൻ ഒട്ടിച്ച് ടെമ്പറൈസ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തു. അതായത് അദ്ദേഹത്തിന് ബൈറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടണം. എന്നിട്ട് പറഞ്ഞ അടുത്ത ദിവസം നിങ്ങൾ വന്നത് ചെയ്യണം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നു, നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയാക്കി അദ്ദേഹത്തിന് എല്ലാ ഡയറക്ഷൻസും കൊടുത്തു, എല്ലാം ചെയ്തു, നമ്മൾ ഒട്ടിച്ചു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഹാപ്പി, എല്ലാം കൊണ്ട് ഹാപ്പി, ഞങ്ങളും ഭയങ്കര ഹാപ്പി, വർക്കൊക്കെ നന്നായിട്ട് തീർന്നല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ എന്തായാലും വർക്ക് ചെയ്യുമ്പോൾ കാശ് കിട്ടില്ല, ഇതുവരെ കിട്ടാത്ത കാശ് അന്ന് അദ്ദേഹം തരുമെന്നുള്ള പ്രതീക്ഷ. അദ്ദേഹം എൻ്റെ ഇടയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് ഇതിലൂടെ പേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നേക്കാം, അവസാനം തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഭയങ്കര മാന്യനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരും ഭയങ്കര സായിപ്പന്മാരും ഭയങ്കര മാന്യന്മാരായതുകൊണ്ട് നമ്മളത് കാര്യമാക്കിയില്ല. അപ്പോൾ ഞാനത് സ്വൈപ്പ് ചെയ്യാൻ വന്നു, നമ്മൾ സ്വൈപ്പ് ചെയ്തപ്പോൾ കുറച്ച് കാശ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ സന്തോഷം വന്നു. അതിന് ശേഷം പുള്ളി സ്വൈപ്പ് ചെയ്തപ്പോൾ ഒന്നും വന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ പോയി ATM എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനത് നമുക്കെന്താ പ്രശ്നം, അദ്ദേഹം കാശ് എടുത്തു തരാനല്ലേ, പോയി എടുത്തിട്ട് തരട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് അവിടെ പോയി പിന്നെ എന്നെ വിളിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് ഇത് സ്വൈപ്പ് ചെയ്തിട്ട് വരുന്നില്ല, ATM എന്തോ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ബാങ്ക് ഹിസ്റ്ററി ആണ്, അപ്പോൾ ഞാൻ നാളെ രാവിലെ പൈസയായിട്ട് വരാമെന്ന് പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിളിച്ചു. സന്തോഷം, എന്നാലും കുഴപ്പമില്ല, വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു ദിവസം. നമ്മൾ എത്രത്തോളം നല്ലൊരു ഡെൻറ്റിസ്റ്റാണ് എന്ന് പറഞ്ഞാലും കാശ് കിട്ടിയില്ലെങ്കിൽ അത് നമുക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടാവും. അതായത് ചെയ്ത പ്രാവശ്യം അത് അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ടെങ്കിലും, പക്ഷേ ഇദ്ദേഹത്തിനെ ഞാൻ വിശ്വസിച്ചിരുന്നു. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചു, പക്ഷേ അദ്ദേഹം വന്നില്ല. അപ്പോഴും എൻ്റെ മനസ്സിൽ പ്രതീക്ഷയാണ് അദ്ദേഹം വരും. അങ്ങനെ പിറ്റേ ദിവസം പുള്ളി വന്നില്ല. ഞാൻ അന്ന് ഫോൺ വിളിച്ചപ്പോൾ പതുക്കെ റിങ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു എവിടെയോ ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ ആലോചിച്ചത് എന്ത് ചെയ്യണം, നമ്മളിത് പ്രിപ്പയർഡ് അല്ലായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയെ പറ്റി. അതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയാലോ എന്നൊക്കെ ആലോചിച്ചു. ഞാൻ എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു പരിചയം ഉണ്ടായപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എയർപോർട്ടിൽ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യ വിട്ടു. അപ്പോൾ വളരെ സൂക്ഷിക്കുക, സായിപ്പന്മാരിലും പറ്റിക്കുന്നവരുണ്ട് എന്നുള്ളൊരു വിഷയം ഇതിനകത്ത് സൂചിപ്പിക്കുകയാണ്. പക്ഷേ സ്മൈൽ മേക്കർ വാസ് സോ ഗുഡ് ആൻഡ് ഹി വാസ് ഹാപ്പി ആൻഡ് ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ഹീസ് ഹാവിങ് എ ഗുഡ് ടൈം വിത്ത് ഹിസ് ടീത്ത്. ഞാൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇമെയിൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇമെയിൽ അയക്കും സ്ഥിരമായിട്ട് എല്ലാ വർഷവും എങ്ങനെയുണ്ട്, പല്ലുണ്ട്, നല്ലോണം ചവയ്ക്കാൻ പറ്റുന്നുണ്ടോ, സമയം കിട്ടുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടണം. ഇതുവരെ അത് കിട്ടിയിട്ടില്ല. ഇത് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള കുറച്ച് കഥകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഇമോഷണലായിട്ട് കഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ചാനൽ കാണുക. സ്മൈൽ മേക്കോറിനെ പറ്റി എന്ത് സംശയങ്ങളും, പേഴ്സണാലിറ്റി ബേസ്ഡ് സ്മൈൽ മേക്കേഴ്സിനെ പറ്റി ഉള്ള വ്യത്യസ്തമായ കഥകളുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം, താങ്ക് യു.